ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അങ്ങനെ കട്ടിംഗ് ടേബിൾ ഇല്ല എന്നുള്ള പരാതി തീരാൻ പോവാണ്. പുതിയൊരു കട്ടിംഗ് ടേബിൾ നമ്മൾ പണിതെടുക്കുവാണ്. പേഴ്സന്റെ കൂട്ടുകാരനെ കൊണ്ടാണ് പണിയിപ്പിക്കുന്നത്. ഞങ്ങളൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, ഒരു ചേച്ചിയുടെ വീട്ടിൽ എങ്ങനെ സ്റ്റിച്ചിങ് റൂം സെറ്റ് ചെയ്യാവുന്നൊരു വീഡിയോയിൽ പുള്ളിക്കാരി ഇതുപോലെയാണ് കട്ടിംഗ് ടേബിൾ ചെയ്തേക്കുന്നത്. ഇതുപോലത്തെ പൈപ്പ് ഉണ്ടല്ലോ, പൈപ്പ് കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ സാധാ കട്ടിലയിലൊക്കെ ഇടുന്ന പ്ലൈവുഡ് ഇതുപോലെ അടിച്ചെടുക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ റീസണബിൾ ആയിട്ട് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞത്. അതേപോലെ ഞങ്ങൾ ചെയ്തതാണിത്. ഇതിനൊരു 14,000 രൂപയായി മൊത്തത്തിൽ നമുക്ക് കോസ്റ്റ്. ഈ പ്ലൈവുഡിന് തന്നെ 10,150 അങ്ങനെ ഏതാണ്ട് വരും. പിന്നെ കമ്പിയുടേത്, പിന്നെ പണികൂലി, ഇതെല്ലാം കൂടി വരാൻ നേരത്ത് ആ ഒരു റേറ്റ് ആകും. ചിലപ്പോൾ അതിൽ കൂടുതലാവുമല്ലോ. ഇതേപോലെയൊക്കെ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് തടിയുടെ വാങ്ങണമെന്നുണ്ടെങ്കിൽ. ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തത് ഒരു ഡബിൾ കോട്ട് കട്ടിലിന്റെ സൈസിലാട്ടോ ചെയ്തെടുത്തേക്കുന്നത്. നമ്മുടെ സാധാ ടേബിളിന്റെ ഒക്കെ ഒരു നമ്മുടെ വീട്ടിലെ ഡൈനിങ് ടേബിളിൽ തന്നെ പൊക്കത്തിലാണ് ചെയ്തെടുത്തേക്കുന്ന. നമ്മുടെ മെഷീന്റെ തൊട്ടടുത്ത് തന്നെ ടേബിൾ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിന്റെ ഉണ്ടല്ലോ, കമ്പിക്കൊന്നും പെയിന്റ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓൾറെഡി ഞങ്ങളുടെ വീട്ടിൽ ഇച്ചിരി പെയിന്റ് ഉണ്ടായിരുന്നു. പ്രൈമറൊക്കെ ഈ കമ്പിയിലൊക്കെ അടിക്കുന്നുണ്ടല്ലോ, നമ്മൾ ഡ്രസ് വർക്കൊക്കെ ചെയ്യുന്ന കമ്പിയില്ലേ, അതുകൊണ്ടാണ് ഇത് ചെയ്തേക്കുന്ന. അതിന്റെ പെയിന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ ഫസ്റ്റ് കോട്ട് അടിക്കുവാണ്. അപ്പൊ ഞാനാണെങ്കിൽ ഇച്ചിരി കോളിഫ്ലവർ ഉണ്ടായിരുന്നു, അത് നടക്കൊണ്ട് വന്നതാ. ഫസ്റ്റ് കോട്ട് നമ്മൾ അത് അടിച്ച് ഉണങ്ങിയ ശേഷം പിന്നെ നമുക്ക് അവസാനമായിട്ട് വെള്ള പെയിന്റ് അടിക്കാന്ന് വിചാരിച്ചു. നമ്മുടെ ജനൽ കമ്പികൾക്കൊക്കെ അടിക്കാൻ വേണ്ടി വാങ്ങിച്ച വെള്ള പെയിന്റ് ബാക്കി ആ പെയിന്റ് പട്ടയിലുണ്ടായിരുന്നു, വലിയ പെയിന്റ് പാട്ടയിലുണ്ടായിരുന്നു. അതെടുത്ത് ഞങ്ങൾ അടിച്ച് അതിനിടയ്ക്ക് അടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ, കുറച്ച് പേര് നമുക്ക് പരിചയമുള്ളവർ തന്നെയാണ് മെറ്റീരിയൽ ഇങ്ങനെ ഓണം പ്രമാണിച്ച് തയ്ക്കാനായിട്ട് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം മെറ്റീരിയലൊക്കെ കൊണ്ടുവന്നതൊക്കെ അളവൊക്കെ എടുത്ത് അവരെ വിട്ടിട്ട് നാൻസി എല്ലാം മടക്കി എടുത്ത് വെക്കുവാണ്. അപ്പോഴാണ് ഈ ഒരു കുഞ്ഞിന് പാവാട തയ്ക്കാനായിട്ടോ അതിന്റെ ടോപ്പിന് കൊണ്ടുവന്നേക്കുന്ന ഈ മെറ്റീരിയൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ബ്ലൗസ് മെറ്റീരിയൽ ആടി നമ്മളവിടെ മേളിൽ കണ്ടില്ലായിരുന്നു. SWC എവിടെയാ, ഏതാണ് കട? SWC സ്വപ്ന വെഡിങ് കളക്ഷൻ. നല്ല രസമുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അല്ലേ. സമയം വരാൻ നേരത്ത് രണ്ടുമാണ് സെറ്റ്. ഇതിൽ തന്നെ തൊട്ട് മുപ്പാട് വേറൊരാളും കൂടി തന്നിട്ടുണ്ടായിരുന്നു. അത് രണ്ടും കൂടി നാൻസി മുകളിലോട്ട് കൊണ്ടുപോയി വെക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ ടോപ്പ് ഞങ്ങളൊരു 5-6 വർഷം മുന്നേ തയ്ച്ചതാട്ടോ, ബ്ലാക്ക് ജോർജറ്റില് ആ യോക്കിലൊക്കെ വെച്ചിട്ട്. നല്ല രസമുള്ളൊരു ടോപ്പാണ്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിനൊരു ചെറിയൊരു കീറൊക്കെ വന്ന യോക്കിന്റെ. അങ്ങനെ നമ്മൾ 70,030 ആയിരിക്കുന്നു നാൻസി. ഞാൻ കാണിക്കൂട്ടാ. സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം പറഞ്ഞതാട്ടോ. അത് പറഞ്ഞപ്പോഴത്തേക്ക് നാൻസി ഒരു തുള്ളിച്ചാട്ടം. അതും കൂടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. നമ്മുടെ ആ കട്ടിംഗ് ടേബിളിൽ വെട്ടുന്ന ആദ്യത്തെ മെറ്റീരിയൽ ഇതാണ്, ഞങ്ങളുടെ കസിന്റെ തന്നെയാണ്. നമ്മുടെ കട്ടിംഗ് ടേബിള് എന്താടി തികയാത്ത പോലെ അല്ലേ, ഒരു മൂലയിൽ കിടക്കണ പോലെ തുണി. പൊക്കം കൂടുതലുണ്ട്, ഇച്ചിരി പൊക്കം കുറയണമായിരുന്നു. അല്ലടി ഈ പൊക്കം വേണോ അല്ലേ, ഈ പൊക്കം വേണ്ടേ? ശരിയാ. സമയം ഇപ്പൊ എത്ര മണിയായി? 10:30 ആയിട്ടുണ്ട്. ഒരുത്തി ഇവിടുന്ന് 5:30 ഞങ്ങളെ ഇറക്കി വിട്ടതാ. 2 പോക്കോ എന്റെ മകളെ, 2 പോക്കോ ഞാൻ തയ്ക്കാൻ പോവാന്ന്. എന്നിട്ട് അവളെ ഞാൻ 9:30 വീഡിയോ എടുക്കാൻ വന്നപ്പോ ഒരുത്തി കിടന്നുറങ്ങണ്. ഫോൺ അതെ. അങ്ങനെ തലേദിവസം രാത്രി വെട്ടി വെച്ച് കഴിഞ്ഞാൽ ആ പണി തീർന്നല്ലോ എന്ന് കരുതിയിട്ട് രാത്രി തന്നെ നാൻസി വെട്ടി വെക്കുവാണ്. അങ്ങനെ അന്നത്തെ ദിവസം നമ്മുടെ തീർന്ന് പിറ്റേ ദിവസമായി. പക്ഷെ ഇവിടെ പണി തുടങ്ങുന്നേ ഉണ്ടായിരുന്നു. ബിസ്ക്കറ്റ് ചായ പോയി. ഇവിടെ വാടാ, രക്ഷപ്പെടുത്തും ഞാൻ. ലേശം വൈകി ഫോൺ എടുക്കണം, വീഡിയോയും ക്യാമറയൊക്കെ ഓണാക്കണം. ബിസ്ക്കറ്റ് കലങ്ങി. ഈ പാപ്പ എങ്ങനെയാ വായിക്കണം? എനിക്കിത് വായി മുട്ടുമ്പോ തന്നെ ഏതാണ്ടും പോലെ പോടി. നിങ്ങൾ കഴിച്ചാലേ ബിസ്ക്കറ്റ് ചായ മുക്കി തിന്നാൻ? എനിക്കിഷ്ടമല്ല. എന്റെ വ്യൂവേഴ്സിനോട് കഴിച്ചാൽ തിന്നോളല്ല. ഞാൻ പുട്ടും മുട്ടയും കഴിക്കുകയാണ്. എങ്ങനെയുണ്ട് എന്റെ കറി? കൊള്ളത്തില്ല, ഉള്ളത് പറയാലോ. ഇത് ഉണ്ടാക്കല്ലേ.
രാവിലത്തെ ചായ കൂടിയെല്ലാം കഴിഞ്ഞിട്ട് നാൻസി മുകളിലോട്ട് അത് തയ്ക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. പിന്നെ ഞാൻ അത്യാവശ്യപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചെയ്യുവാണ്. കുറച്ച് അച്ചിങ്ങ ഉണ്ടായിരുന്നു, എന്നാൽ അച്ചിങ്ങ തോരനാക്കിയേക്കാന്ന് വിചാരിച്ച് അങ്ങനെ അത് ചെയ്യുവാണേ. മുട്ടക്കറി ശരിക്കും പറഞ്ഞാൽ ഷോക്കായി പോയി കേട്ടോ. ഉരുളക്കിഴങ്ങിട്ട് ഞങ്ങൾ സാധാരണ വെക്കാറില്ല. ഇന്ന് ആശുപത്രിയിൽ ഞാൻ പറഞ്ഞില്ലേ ജേസന്റെ ചേട്ടൻ ഹോസ്പിറ്റലുണ്ടെന്ന്, അപ്പോൾ പുള്ളിക്കും കൂടി കൊടുത്തു വിടാനായിട്ട് ഇച്ചിരി അവർക്കൊക്കെ ചാറിന്റെ ആൾക്കാരാണ്. നീട്ടത്തിൽ ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ട് കറി വെച്ചതാണ്. അതൊരു രസം ഉണ്ടായിരുന്നില്ല, ചീറ്റിപ്പോയി. ഞങ്ങൾ റോസ്റ്റിന്റെ ആൾക്കാരാണ്, മുട്ട കൊണ്ട് റോസ്റ്റേ ഉണ്ടാക്കാറുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ അത്യാവശ്യം വേണ്ട കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ചെയ്ത് മെഷീനിൽ തുണി ഇടാനുണ്ടായിരുന്നു, അലക്കിയ തുണി മുകളിൽ കൊണ്ട് വിരിക്കാനുണ്ടായിരുന്നു. ഇത് നാൻസിയുടെ തുണിയാട്ടോ. അതെല്ലാം ചെയ്ത് ഞാൻ മുകളിലോട്ട് പോകും. എന്തെടുക്കുവാ നോക്കാം, തയ്ക്കാന്നും പറഞ്ഞ് പോയതാണ്. പക്ഷെ പറയാൻ പറ്റിയില്ല, ഫോൺ കണ്ട് പുള്ളിക്കാരി ഇരുന്ന് പോകും. തയ്ക്കുവാണ് ഇല്ലേ? എന്തായി? എന്താടി, എന്നെ പറ്റി? ഓ, ഇങ്ങോട്ട് നോക്കണത് അതാണല്ലേ. നാൻസിയുടെ ഫോണിന്റെ സ്റ്റാൻഡ് ഒടിഞ്ഞു പോയി, അതുകൊണ്ട് ഇപ്പൊ ഇതാണ് പരിപാടി. ഞാനും ഓർത്ത് കൊച്ചു നന്നായാന്ന്, ഹെഡ്സെറ്റും ഉണ്ടല്ലേ, അപ്പൊ ഞാൻ പറഞ്ഞ കേട്ടുമില്ല. മൂട്ടിക്കിട്ടാ ടോപ്പിനുള്ള നാടി. ടോപ്പിന്റെ യോക്ക് പോർഷൻ ചെയ്യാനായിട്ട് ഈ ജോർജറ്റ് ആയതുകൊണ്ടേ ഭയങ്കര പാടാട്ടാ. പേൾപ്പിനൊക്കെ കുത്തി അങ്ങടേക്കും ഇങ്ങടേക്കും മാറരുത്. വേണ്ട വേണ്ട വേണ്ട, അടിച്ചോ 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 അടിച്ചു. ആ അടിച്ചോ. ജ്യൂസ് അടിച്ചാൽ നല്ലതാണോ? എടി നിനക്ക് വേണമല്ലേ നാരങ്ങ? അമ്മ ജ്യൂസ് അടിക്കാൻ പോവാണ്. നല്ലതാണോ? നല്ലതാണെന്നാ മറുപടി പറഞ്ഞത്. എന്നാ ജ്യൂസ് അടിച്ച് ഞങ്ങൾക്ക് കുറച്ചതാ. അടിച്ചോണ്ട് വാ നോക്കട്ടെ. അമ്മ താഴത്തുനിന്ന് വിളിച്ചു ചോദിക്കുവാണെങ്കിൽ കമ്പിളി നാരങ്ങ ഉണ്ടല്ലോ, കമ്പിളി പോലെ ഇരിക്കുന്ന ഈ ഒരു നാരങ്ങയുടെ വേറൊരു ടൈപ്പ് ഇങ്ങനെ നമ്മളിങ്ങനെ തിന്നത്തില്ലേ, അതുകൊണ്ട് ജ്യൂസ് അടിച്ച് അടിപൊളിയാണെന്ന് അപ്പുറത്തെ വീട്ടിലെ ആന്റി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് ട്രൈ ചെയ്യാനായിട്ട് അമ്മ നിൽക്കുവാണ്. വേഗം അടിച്ചിട്ട് കൊണ്ടുവരാൻ ഞങ്ങൾ പറഞ്ഞിട്ട് കാത്തിരിക്കുവാണ്. നാൻസിയാണ് തയ്യൽ തുടങ്ങി. ഇത് ഇച്ചിരി ഉണ്ടല്ലോ പാടായിരുന്നു കേട്ടോ, ജോർജറ്റ് മെറ്റീരിയൽ. എന്നാലും തയ്ക്കാൻ മുത്ത് പറിച്ചു കിടണോ അല്ലേ? ഞാനിപ്പോ പറിച്ച് സഹായിക്കാം. ഇടി മറ്റേ ഇങ്ങനെ കുത്തി എടുക്കണ പോലെ സാധനം ഉണ്ടാ, അടിച്ച് പരത്തി കളഞ്ഞാലാ ചുറ്റിയേക്ക് അല്ലേ? അങ്ങനെയല്ലേ ഇവിടെയൊക്കെ ചെയ്യണത്, ചുറ്റിക്ക് എടുത്തോണ്ട് തന്നെ. ഫുൾ പേൾപ്പിന് കുത്തി വെച്ചേക്കുവാണ് തെന്നി മാറാതിരിക്കാനായിട്ട്. കറക്റ്റ് മാച്ചാണല്ലേ, പർപ്പിൾ കളർ ഹൈലറോണിക് ആസിഡ്. അലമാര തുറന്നപ്പോ ഇത് കിട്ടി, ഇച്ചിരി ഇട്ടേക്കാം. നാൻസിയുടെ പിന്നീട് പാവലാണ് കിട്ടി. എന്താ ഇച്ചിരി ഇട്ടേക്കാം, അതൊക്കെ എല്ലാ ദിവസവും വരക്കണം. ആണ് അങ്ങനെ എല്ലാ ദിവസവും വരട്ടേക്ക്, അത് കൊണ്ടുപോവാണേ. എല്ലാ ദിവസവും വരട്ടേക്ക്. ഇത് എത്ര രൂപ വാങ്ങിച്ചതാടി നീ? ഇത് എത്ര ദിവസമായി വാങ്ങിച്ചെന്ന് അറിയാവാ? നന്നായിട്ട് ഉപയോഗിക്കുന്നവരാന്നുണ്ടെങ്കിൽ 7 പണ്ടേ തീർന്നേ. ഇതിനകത്ത് ഇരിക്കുക. ഇങ്ങനെയാ ഞങ്ങളുടെ എല്ലാ പരിപാടിയും. വാങ്ങും പിന്നെ ഉപയോഗിക്കുകയല്ല, അവിടെ വെച്ചേക്കും. ഭയങ്കര പാടാല്ലേ. സൂചി ഒടിഞ്ഞ് ഗായ്സ്, ഇനി പുതിയ സൂചി ഇടണം. ഒരു മുത്ത് നാൻസ് അല്ല, ഒരു സ്റ്റോൺ നാൻസ് കണ്ടില്ല, കാണാണ്ട് കേറിപ്പോയി. നീ ഇപ്പൊ കൊറേ നാളായില്ലേ സൂചി മാറ്റിയിട്ടിട്ട്? ഇതിപ്പോ കൊറേ നാളായി കിടക്കണ സൂചിയല്ലേ. ഒരു നല്ല സൂചി കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി പാടാട്ടോ അല്ലേ? എനിക്ക് തോന്നിയടി നീ മറന്നുപോയേക്കാണോന്ന് ഇടാൻ. കാരണം ഇപ്പൊ കൊറേ നാളായിട്ട് സൂചി ഇടുന്നില്ലല്ലോ. പണ്ട് നമ്മുടെ മറ്റേ മെഷീനായിരുന്നപ്പോ തരാ സൂചി ഇടിയലായിരുന്നു. സൂചി ഇടുന്നത് എങ്ങനെയാന്നൊരു വീഡിയോ കണ്ടിട്ട് വാ. ഒരു 2-2.5 വർഷമായിട്ട് നാൻസി സൂചി മാറിയിട്ടില്ല, അതുകൊണ്ട് മറന്നുപോയിട്ട് അവസാനം ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ അതേപോലെ ചെയ്തത്. ഈ സൂചി
മാറ്റിയിടുന്നത് എളുപ്പമാണെങ്കിലും നല്ലൊരു സൂചി കിട്ടുക എന്നുള്ളത് ഇച്ചിരി പാടാണ്. ആദ്യം ഇട്ടപ്പോഴത്തേക്ക് അങ്ങ് ശരിയായിട്ടുണ്ടായിരുന്നില്ല. അടി പുറമേന്ന് കാണുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ അകമേന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ, അതായത് പുറമേ കുഴപ്പമില്ല, അകം നോക്കിക്കേ ചുമ്മാ പൊന്തി ടൈറ്റ് ആവാണ്ട് വന്നേക്കുവാണ്. അവസാനം 2-3 ഇട്ടിട്ടാണ് നല്ലൊരു സൂചി കണ്ടുപിടിച്ചെടുത്തത്. ഇതിപ്പോ ഈ ജാക്ക് മെഷീൻ മേടിച്ച ശേഷം ഞങ്ങൾ ഒരു 2-3 സൂചിയെ മാറിയിട്ടുള്ളൂ. അങ്ങനെ ചറപറാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൊട്ടിപ്പോണ ഒരു ഒടിഞ്ഞു പോണ ഒരു സൂചിയൊന്നും അല്ല, ഇതിന് നല്ല സ്ട്രോങ് ആണ്. അവസാനം കണ്ടില്ലേ, 2 നല്ല സ്റ്റിച്ച് വീണിട്ടുണ്ട്. നല്ലൊരു സൂചി എടുത്തവള്. പിന്നെ ഞാൻ താഴെ ചെന്നപ്പോഴത്തേക്കും അമ്മയാണെങ്കിലും മറ്റേ നമ്മുടെ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനൊരു ഇച്ചിരി കുടിച്ചിട്ട് ഇടയ്ക്ക് ഇച്ചിരി വെള്ളം പറഞ്ഞു കുടിക്കാം. അതെനിക്ക് തോന്നണേ ഫ്രിഡ്ജിൽ അമ്മ വെച്ചത്. അമ്മ ചിലപ്പോ കഴിക്കാത്തതായിരിക്കും കുടിച്ചേക്കണത്. നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചോണ്ട് അത് ഇച്ചിരി ഈ മറ്റേ വേറെ ഓറഞ്ച് ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുമ്പോ കഴിക്കില്ലേ, അതിന്റെ ഒരു ഇത് കാണുമായിരിക്കും ഇതിനും. ഞാൻ വീണ്ടും താഴത്തേക്ക് ഇറങ്ങി വന്നു. കൊഴുവ വെട്ടാനുണ്ടായിരുന്നു, ഇത് വെട്ടി ഫ്രൈ ചെയ്യാന്ന് വിചാരിച്ചു. അത് വെട്ടിക്കൊണ്ടിരിക്കണ വഴിക്ക് നാൻസി വന്നേ ഐസ്ക്രീം ഉണ്ടെന്ന് ഞാൻ നമ്മുടെ ഫ്രിഡ്ജിൽ എന്തുണ്ട്? ഐസ്ക്രീം, ബ്ലൂബെറി. ഇപ്പോഴത്തെ ഞങ്ങളുടെ ഫേവറേറ്റ് ഐസ്ക്രീമാണ് മേഴ്സിലീസിന്റെ ഐസ്ക്രീം. നേരത്തെ ഞങ്ങളെ ക്യാമറയുടെ ആൾക്കാരായിരുന്നു. പക്ഷേ ഐസ്ക്രീം ടെക്സ്ചർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ക്രീമി, നല്ല ക്രീമി ടെക്സ്ചർ അല്ലേ. ഇതിന്റെ ബട്ടർ സ്കോച്ച് ഒക്കെ പൊളിയാ. ജേസൺ ആണെങ്കിൽ എല്ലാ ഫ്ലേവറും കൂടി വാങ്ങിച്ചുകൊണ്ട് വന്നത്. പക്ഷെ ചോക്ലേറ്റ് വായി വെക്കാൻ കൊള്ളിയില്ലായിരുന്നു. അങ്ങനെയല്ല, ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. എന്നാലും വലിയ കയ്പൊന്നും ഇല്ലാത്ത സൈസ് ചോക്ലേറ്റ് ഐസ്ക്രീം ആട്ടോ. ഈ അമൂലിന്റെ ഒക്കെ ഭയങ്കര കട്ട കയ്പായിരിക്കുമല്ലോ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ബ്ലൂബെറി. ആ ബ്ലൂബെറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. നാൻസി ഏകദേശം ഒരു 1/4 ഭാഗമായിട്ടുണ്ട്. സൈഡിലാട്ടോ സിബ് പിടിപ്പിക്കുന്നത്. സൈഡ് സിബാണ് വെക്കുന്നത്, ബാക്കിലല്ല വെക്കുന്നേ. നമുക്ക് ആന്റീനെ നോക്കാൻ പോകാം. ആന്റി എന്തിയേ? ആന്റി എന്തിയേ? അയ്യേ, ഇതന്നെ കാണിക്കുന്ന ആന്റി എന്തിയേ? I love you. വൈകുന്നേരം ഗിയ സ്കൂൾ വിട്ട് വന്നോണ്ടല്ലോ 3:30 മുതൽ 10:30 വരെ എന്റെ തോളത്തായിരിക്കും. വിക്രമാദിത്യന് വേദന നടക്കുന്ന പോലെ ഞങ്ങൾ നടക്കണം. പിന്നെ ജേസൺ വന്നു കഴിയുമ്പോൾ ആ കൊച്ചു ഇച്ചിരി ഒന്ന് അടങ്ങുന്നത്. ഇച്ചിരി നേരം അടങ്ങിയിരിക്കാൻ വേണ്ടി ഞാനാണെങ്കിൽ ഒരു സ്വീറ്റ് കോളും പുഴുങ്ങി കൊടുത്തതാ. കുറച്ചു നേരം അതുമായിട്ട് കളിപിടി കൂടി ഇരിക്കുമല്ലോ. ഭയങ്കര പാടാട്ടോ മേയ്ക്കാൻ. അവക്കത് വെച്ച് കൊടുത്തിട്ട് ഞാൻ അമ്മേനെ ഏൽപ്പിച്ചിട്ട് വേഗം നിന്ന് പൊക്കത്തിന് നാൻസി എന്താ ചെയ്യണേന്ന് നോക്കാൻ വേണ്ടി ഓടിക്കതച്ച് വന്നതാണ്. അപ്പോൾ അവള് നമ്മുടെ ഷ്രഗിനുള്ളത് വെട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു. ഒരുപാട് പേര് സ്റ്റിച്ചിങ് വീഡിയോ ചോദിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ലടാ. ഞാനുണ്ടെങ്കിലേ എടുക്കാൻ പറ്റുള്ളൂ. നാൻസിക്ക് ഒറ്റയ്ക്ക് ഇതെല്ലാം കൂടി ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റില്ല. ഞാനാണെന്നുണ്ടെങ്കിൽ കൊച്ചിനെ നോക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതുകൊണ്ട് ഒന്നും നടക്കാത്തത്. ഇത് ചുമ്മാ നടുവേ അങ്ങോട്ട് കീറി വിടത്തേ ഉള്ളൂ അല്ലേ കോട്ടിന്റെ ഇതിന്. ഒരുപാട് പേര് ഷ്രഗ് തയ്ക്കുന്ന വീഡിയോ ഇടാനൊക്കെ പറഞ്ഞായിരുന്നു. സാധാ ചുരിദാർ തയ്ക്കുന്ന പോലെ തന്നെ അല്ലേടി, എ ലൈൻ പോലെ അല്ലേ? അതെ, എ ലൈൻ തയ്ക്കുന്ന പോലെ കൊടുത്തിട്ട് ഫ്രണ്ടിലെ ഭാഗം നടുവേ കീറി അങ്ങോട്ട് ഇടും. വേണ്ടതേ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചരിച്ചങ്ങോട്ട് വെട്ടും. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ തയ്ക്കണ വീഡിയോ എടുക്കണമെന്നുണ്ട്, പക്ഷെ ഇതൊന്നും നടക്കിയല്ല. കൊച്ചിനെ നോക്കാൻ ഒരാൾ വേണം. ഇതിപ്പോൾ നാൻസി രാവിലെ തുടങ്ങിയ പരിപാടിയാണ്, ഇപ്പോഴും തീർന്നിട്ടില്ല. മെറ്റീരിയലൊക്കെ ഇച്ചിരി ഭയങ്കര പാടായിരുന്നല്ലോ ചെയ്യാനായിട്ട്. അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ ഒരാൾക്ക് ഇരിക്കാനും പറ്റത്തില്ലല്ലോ. ഇവള് തന്നെ ഷൂട്ട് ചെയ്യത്തില്ല, ഞാൻ ഷൂട്ട് ചെയ്ത് കൊടുത്താലേ അവള് ഷൂട്ടിങ് നടത്തുള്ളൂ. അതുകൊണ്ട് അത് പറ്റത്തില്ല, അതാണ് വീഡിയോ എടുക്കാത്ത കേട്ടോ. വീഡിയോ ഇടണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ വീഡിയോ എടുക്കാനുള്ള സാഹചര്യമില്ല. രാത്രി 10:30 ഇതൊരു നല്ലൊരു പണിയായി പോയി കേട്ടോ. ഭയങ്കര പാടായിരുന്നു തയ്ക്കാൻ, കുറച്ച് ഗുലുമാലായിപ്പോയി. ചില സംഗതികൾ ഇങ്ങനെയാണ്, വളരെ ചിലത് നമ്മൾ വിചാരിക്കുന്നതിലും സിമ്പിളായിട്ട് നമ്മൾ തയ്ച്ചു കഴിയും. ചിലത് എത്ര ചെയ്താലും അങ്ങോട്ടൊരു എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് വന്ന് നാൻസി ആണെന്നുണ്ടെങ്കിൽ പിന്നെ അഴിച്ചു പണിയും. ഇതിപ്പോൾ അഴിച്ചു പണിതേക്കുവാണ് എല്ലാം. രാത്രി ആയപ്പോൾ ജയ്സൺ വന്നപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഈ ഷവർമ കഴിച്ചപ്പോഴേ, ഷവായ അതെന്തോ സാധനം, അത് ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ, സൂപ്പർ ആണെന്നൊക്കെ എല്ലാവരും പറഞ്ഞത് കേട്ടല്ലോ. എന്നൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ ജയ്സൺ ആണ്ടേ ഷവായും വാങ്ങിച്ചോണ്ട് വന്നേക്കുന്നത്. എന്തോന്നിത്? ഇത് ഹാഫാണോ ജയ്സ? ഒന്ന് കമത്തി കടത്തടി അതിനെയൊന്ന്. ആ മുറിച്ചോ, കേക്ക് മുറിച്ചോ.
ഇത് പിടിച്ചില്ല പിടിച്ചില്ല, ഇതല്ല ഞാൻ ഉദ്ദേശിച്ച കേക്ക്. സോഫ്റ്റാ. ആണോ? സോഫ്റ്റ് ആണ്. അങ്ങനല്ല, മറ്റേ ആ ഒരു മറ്റേതിന്റെ ആ ഒരു അയ്യോ അയ്യോ, അവിടെ ഇരുന്ന് കേക്ക് മുഴുവൻ തിന്ന് നിർത്തോണ്ടിരിക്കുവാണോ? അങ്ങനെയുണ്ട്. സുമാറില്ല, അൽഫാം അല്ലേ? ഇത് മുളകാണ് അരച്ച് വെച്ചേക്കണം. ഷവായി അമ്പൻ ശോകമായ സ്ഥിതിക്ക് നാൻസി ഒരു ഏത്തപ്പഴം വാട്ടി തിന്ന് നിർവൃതി അടയാന്ന് വിചാരിച്ചല്ലേ നാൻസി? എടി ചോറും അച്ചിങ്ങാത്തോരനും കൊഴ വറുത്തതും തിന്നടി. നല്ല അച്ചിങ്ങാത്തോരനായിരുന്നല്ല എന്റെ. എന്താ തയ്ച്ചു കഴിഞ്ഞാ? അത് ആണ്. അടി രണ്ടാമത്തെ മടക്കിയടിയാണല്ലേ? നല്ല ഒന്നന്തരം പണിയായി പോയി കേട്ടോ കിട്ടിയത് ഗൗൺ. അതെ, സിബ് വെച്ചത് രണ്ടാമത് അയച്ചു വെച്ച് എല്ലാം ഇച്ചിരി കൂട്ടി എടുത്തപ്പോ എല്ലാം കൂടിപ്പോയല്ലേ? കൂടിപ്പോയി, എല്ലാം കുറച്ചിട്ടുണ്ട്. ഇനി അയച്ചാ മതിയായിരുന്നു. പുതിയ കട്ടിംഗ് ടേബിളിലിട്ട് കട്ട് ചെയ്തതിന്റെ അല്ലേ? സോഫ്റ്റ് ബ്രെഡിന്റെ പൊക്കത്തേക്ക് ഒഴിക്കണം. കഴിയുമ്പോ ബ്രെഡ് ഇങ്ങനെ സോഫ്റ്റ് ആവും. അയ്യേ, അങ്ങനെ കുറുത്തിന് എനിക്കിഷ്ടല്ല. എനിക്ക് ബിസ്ക്കറ്റ് മാത്രമേ കുറുക്ക് പോലെ തന്നെ ഇഷ്ടമുള്ളൂ. അത് ഞാൻ സങ്കല്പിച്ചു. ആ കരി നിനക്ക് ഇഷ്ടപ്പെട്ട ബീഫ് സ്റ്റൂ അല്ലേ? ശരിയാ, നമ്മള് ആകപ്പാടെ കഴിച്ചേക്കുന്നത് ഷെറിൽ വെച്ച് ഉണ്ടാക്കുമ്പോഴല്ലേ? ഇപ്പൊ കൊറേ നാളായി അങ്ങോട്ട് പോയിട്ട്, അതുകൊണ്ട് സ്റ്റൂ കൊറേ നാളായി. രണ്ട് കടലയും ഇച്ചിരിയെ അവശേഷിക്കുന്നുള്ളൂ. രണ്ടും കൂടി ഒരുമിച്ച് അങ്ങോട്ട് വെള്ളത്തിടാന്ന് വിചാരിച്ച്. അന്നത്തെ രാത്രി അങ്ങനെ തീർന്ന ടോപ്പിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ല. ഇത് പിറ്റേ ദിവസം ആയിട്ടോ 8 മണിക്ക് ഞാൻ എണീറ്റത്. ഞാൻ ഉറങ്ങിയതാണ്. വെളുപ്പിന് 2 മണിക്കാണ്. അവൾ ഉറക്കുന്നേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഭയങ്കര താമസിച്ചു. 8 മണിക്ക് സൈറൻ കൂവിയപ്പോ ഞെട്ടി എണീക്കുമായിരുന്നു. പിന്നെ വേഗം അപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കടലക്കറി ഞങ്ങൾ കണ്ടല്ലോ, കടല 2 തരം കടല ഞാൻ വേഗം വെള്ളത്തിൽ ഇട്ടായിരുന്നു തലേ ദിവസം. അതൊക്കെ വേഗം കറി വെച്ച് നാൻസി ഞാൻ വിളിക്കാൻ പോയില്ല. അവള് ആകപ്പാടെ ഭ്രാന്തി പിടിച്ചിരിക്കാന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ വിളിച്ചില്ല. പിന്നെ ഈ ദോശച്ചട്ടിയിൽ തന്നെ, ഇത് അപ്പത്തിന്റെ മാവാണെങ്കിലും ദോശച്ചട്ടിയിൽ കുഞ്ഞു കുഞ്ഞു ദോശ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കുക. അതാണ് എളുപ്പപ്പണിക്ക് ചെയ്യുന്നതാണ്. വേഗം ഞാൻ ഒരു വിധത്തിൽ കുഞ്ഞിന് റൈസാണ് സ്കൂളിൽ കൊണ്ടുപോകാൻ ഇഷ്ടമാകൊണ്ട് അവൾക്ക് അതുണ്ടാക്കിയിട്ട് രാവിലത്തെ പണി ഒതുക്കിയിട്ട് ഒന്ന് പൊക്കത്തോട്ട് വന്നതാണ്. നാൻസി ആണെന്നുണ്ടെങ്കിൽ ആകപ്പാടെ തല പുകഞ്ഞിരിക്കുവാണ്. ഇത് ഇട്ട് വരുമ്പോൾ എന്താകും, ശരിയാകുമോ? അവരെ നിർത്തിക്കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം തീരെ സമയമില്ല. അവർ ചെന്നൈഞ്ഞ് നേരെ ഇങ്ങോട്ടായിരിക്കും വരുന്നത്. അന്ന് വൈകുന്നേരത്തെ ഫംഗ്ഷൻ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടുന്ന് ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോകണം. അവരെ ഇരുത്തിയിട്ട് ചെയ്യാൻ പറ്റിയ എന്താണെങ്കിലും റിസ്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു ഒറ്റ കാര്യമുള്ളൂ, ഇനി യോക്ക് എന്താണെങ്കിലും ബാക്കിൽ ഷോൾഡർ കുറഞ്ഞു പോയി. അതാണ് പ്രശ്നം, നിലവിലെ പ്രശ്നം. ഷോൾഡർ കുറയ്ക്കാനായിട്ട് നാൻസി അളവെന്നൊക്കെ നോക്കുവാണ്. ഒരു ലേശത്തിന്റെ കുറവ് കൂടി ഉണ്ടായിരുന്നു. നല്ല നീളത്തിൽ തുണി എടുത്തതാണ്. പക്ഷെ വെട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഇങ്ങനെയാക്കി എടുത്ത് സൈഡിലാണെങ്കിൽ സിബൊക്കെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. 2 തവണ സിബൊക്കെ പിടിപ്പിച്ചതാണ്. സിബ് വെക്കാനായിട്ട് ഈ മെറ്റീരിയൽ നല്ല പാടായിരുന്നു. നല്ല പാടുപെട്ട് വെച്ചതാണ്. പക്ഷെ സിബ് ഇനി അഴിച്ചു കളയാൻ നിവർത്തിയുള്ളൂ. കാരണം കുറച്ച് മിസ്റ്റേക്ക് അവിടെ ഇവിടെയൊക്കെ വന്ന്. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. ബാക്കിൽ യോക്ക് ഉണ്ടല്ലോ, അത് അഴിച്ചു കളഞ്ഞിട്ട് ഒന്നും കൂടി പിടിപ്പിക്കണം. ഫ്രണ്ട് യോക്കൊക്കെ ഓക്കെയാണ്. വീണ്ടും അഴിക്കുകയാണ്. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ഒരു പണി കിട്ടിയിട്ടില്ല. ഇതിന്റെ കാര്യം ഓർത്തിട്ടാ വീണ്ടും അഴിക്കുവാണ്. ഇത് 3ാമത്തെ അഴിയാണ്. അതെ, 3 ഉടുപ്പ് തയ്ക്കാനുള്ള സമയം മുഴുവൻ ഒരു ഉടുപ്പായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്കോട് കൂടി നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ അവർ വരും, പിടിച്ച് കാണിക്കാം. നിങ്ങളും പ്രാർത്ഥിക്കണേ കറക്റ്റ് ആയിരിക്കാൻ.